إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, സർവശക്തനും ദയാപരനുമായ പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് പരിശുദ്ധി കൈവരിക്കുന്ന സത്യവിശ്വാസി സമൂഹത്തിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റിള നശ്വരമായ ഐഹിക ജീവിതത്തിലൂടെ നേടിയെടുത്ത് പരലോകമോക്ഷം കൈവരിക്കാൻ മഹാഭാഗ്യം ലഭിക്കുന്നവരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ സദാചാര ലൈംഗിക വിശുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അതല്ലെങ്കിൽ ഏത് തിന്മയും സമൂഹത്തിൽ നിന്ന് വിഭാടനം ചെയ്യപ്പെടണമെങ്കിൽ മനുഷ്യ മനസ്സ് ആത്മീയമായ പരിവർത്തനത്തിന് വിധേയമാകണം. ആത്മീയതയുടെ അകംപൊരുളിൽ വിശുദ്ധിയുടെ രണ്ട് പ്രധാന വഴികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം അഥവാ റബ്ബിനെ അറിയുക, ദിക്റുള്ള ദൈവീക ചിന്തയുണ്ടാകുക, അതുപോലെ തന്നെ പരലോകബോധം, ആഖിറത്തിൽ എല്ലാം വിചാരണയ്ക്ക് വിധേയമാകാനുണ്ട് എന്ന വിശ്വാസവും മനുഷ്യർക്കിടക്ക് വിശുദ്ധിയുള്ള, നന്മയുള്ള, സദാചാര ബോധമുള്ള, സംസ്കാരമുള്ള ഒരു ജീവിതത്തിന് അവസരമൊരുക്കും. പ്രവാചക പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹ അവർ നിവേദനം ചെയ്യുന്ന ഹദീസിൽ അവർ പറയുകയാണ്, അല്പം സുദീർഘമായ ഹദീസിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങാനും ഞങ്ങളോട് അഥവാ അറേബ്യൻ സമൂഹത്തോട് ആദ്യമേ ഹലാലിനെക്കുറിച്ചും ഹറാമിനെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത് എങ്കിൽ നസലൽ ഹലാല വൽ ഹറാമ, ഹറാമിൻ്റെയും ഹലാലിൻ്റെയും വിശകലനങ്ങളെക്കുറിച്ചാണ് ആദ്യമായ ആയത്തുകൾ അവതരിക്കപ്പെടുന്നത് എങ്കിൽ ലാ തശ്റബുൽ ഖംറ, നിങ്ങൾ കള്ള് കുടിക്കരുത്, മദ്യപിക്കരുത് എന്നാണ് ആദ്യം പറയുന്നു. ലഖാലു,
എന്നാൽ അവർ പറയുമായിരുന്നു ലാ നദഉൽ ഖംറ അബദ, ഒരിക്കലും ഞങ്ങൾക്ക് മദ്യപാനം ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. വലൗ നസല ലാ തസ്നു, അവതരിക്കപ്പെടുന്ന ആയത്ത് ആദ്യത്തിൽ അവതരിക്കപ്പെട്ടത് ലാ തസ്നു, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന വിഷയത്തിലായിരുന്നു എങ്കിൽ ലഖാലു, അവർ പറയുമായിരുന്നു ലാ നദഉ സിന അബദൻ, ഒരിക്കലും ഞങ്ങൾക്ക് വ്യഭിചരിക്കാതിരിക്കാൻ നിർവാഹമില്ല എന്ന്. ലഖദ് നസല ബി മക്ക, എന്നാൽ മക്കയിൽ പ്രവാചക പ്രബോധനങ്ങളിലെ ആദ്യ കാലങ്ങളിൽ അവതരിക്കപ്പെട്ട ആയാത്തുകൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുന്ന പരലോകത്തെക്കുറിച്ചുള്ള ആയത്തായിരുന്നു. പരലോകം പഠിപ്പിക്കപ്പെടുകയായിരുന്നു. ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വ അമർ, 54-ാം അധ്യായം സൂറത്തുൽ ഖമറിലെ 46-ാമത്തെ ആയത്ത് ആ ഹദീസിൽ കാണുകയാണ്. അഥവാ ഞങ്ങൾക്ക് ആദ്യമായി പഠിപ്പിക്കപ്പെട്ടത് അന്ത്യദിനത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, മനുഷ്യ ജീവിതം ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല എന്നും, കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ ജീവിത വിശുദ്ധിയുടെ സംസ്കാരത്തിൻ്റെ വഴിയിൽ വളരെ പ്രധാനപ്പെട്ട മാർഗമാണ് ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തയും ആലോചനയും ഗൗരവവും. ബലിസ്സാഅത്തു, അന്ത്യദിനം എന്ന് പറയുന്നത് മൗഇദും, അവർക്ക് മേൽ സമയം നിർണയിക്കപ്പെട്ടതാണ്, അത് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്, അത് വരാനുള്ളതാണ്, ഒരു ശങ്കയും സംശയവും വേണ്ട അതിൽ. വസ്സാഅത്തു, വരാനിരിക്കുന്ന അന്ത്യനാള് അദ്ഹാ, ഏറ്റവും ആപൽക്കരമായതാണ്. നിങ്ങൾ ഈ ലോകത്തൊരു തിന്മ ചെയ്യുമ്പോൾ, ഒരധർമ്മം ചെയ്യുമ്പോൾ, അന്യായങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള ആപത്തിനെയാണോ നിങ്ങൾ ഭയപ്പെടുന്നത് എങ്കിൽ അതിനേക്കാളെല്ലാം ആപൽക്കരമായ കാര്യങ്ങളാണ് അന്ത്യനാളിൽ സംഭവിക്കാൻ പോകുന്നത്. അമർ, അതാണ് ഏറ്റവും കൈപ്പേറിയത്. ഇത്തരത്തിലുള്ള മക്കിയായ സൂക്തങ്ങൾ, പരലോകബന്ധിതമായ ആയത്തുകൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് പിന്നീട് ആ വിശ്വാസം പഠിപ്പിക്കപ്പെട്ടതിൻ്റെ പിന്നാലെ ഹലാലിനെയും ഹറാമിനെയും കുറിച്ച് പ്രവാചകൻ സംസാരിച്ച് സംസ്കരണത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ പെട്ടെന്ന് ഉത്തരം നൽകാൻ സാധിച്ചത് എന്ന്. അതുകൊണ്ടാണ് ആ സമൂഹം പരലോകത്ത് വിചാരണക്ക് വിധേയമാകും എന്നതുകൊണ്ട് മദ്യം നിരോധിച്ചു എന്ന് പറഞ്ഞപ്പോൾ വീപ്പകളൊക്കെ തച്ച് തകർത്ത് ആ വീപ്പയിൽ നിന്ന് ചാലിട്ടൊഴുകിയിട്ടുള്ള ആ മദ്യം മദീന തെരുവിലൂടെ ഒഴുകി, ആ ഒഴുകിയ ഭാഗത്ത് സസ്യങ്ങളും ചെടികളും പുല്ലുകളും ഉണ്ടായി. ആ പുല്ലുകൾ അവരുടെ ഒട്ടകം ഭക്ഷിച്ച സമയത്ത് ആ ഒട്ടകത്തിൻ്റെ മൂക്കുകയറുമായി പ്രവാചകന്റെ തിരുസന്നിധിയിൽ എത്തിക്കൊണ്ട് മദ്യം ഒഴുകിയ ഭാഗത്ത് ഉണ്ടായ പുല്ല് ഈ ഒട്ടകം ഭക്ഷിച്ചിട്ടുണ്ട് പ്രവാചകരെ, അതുകൊണ്ട് ആ ഒട്ടകത്തിൻ്റെ മാംസവും പാലും ഞങ്ങൾക്ക് ഹലാലാണോ എന്ന് ചോദിക്കുന്ന അങ്ങേയറ്റത്തെ തസ്ഗിയത്തിന്റെ ബോധത്തിലേക്ക് അവരെ നയിച്ചത് യൗമയിദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയുന്ന ഒരു ലോകത്തിൽ വിശ്വസിച്ചത് കൊണ്ടായിരുന്നു. അപ്പം ആ ലോകത്തിലുള്ള വിശ്വാസം. അതുപോലെ തന്നെ വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന ബോധ്യം ആ സമൂഹത്തെ എത്രമേലാണ് പരിവർത്തിപ്പിച്ചത്. ഇന്നത്തെ ഖുതുബയിൽ അല്പസമയം ഈ വിശ്വാസം ഒരു ഉമ്മത്തിനുണ്ടായി കഴിഞ്ഞാൽ, ഈ വിശ്വാസം ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ജീവിത വിശുദ്ധിക്ക് വേണ്ടി പരലോകത്തിലും പടച്ചറബിലും അങ്ങ് വിശ്വസിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, സാംസ്കാരിക ചുതികൾ, അധാർമികതകൾ, അധർമ്മങ്ങൾ, ഇതൊക്കെ അരങ്ങുവാണ് കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യന് തിരിച്ചുവരവ് സാധ്യമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറയുന്ന അത്ഭുതകരമായ നിമിഷങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 2 സംഭവങ്ങൾ. അതിലൊരു സംഭവം മാഇസ് ഇബ്നു മാലിക് അൽ അസ്ലമി, നമ്മൾ പലപ്പോഴും കേട്ടതാണ്. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ആലോചിക്കുമ്പോൾ മാഇസിന്റെ ചരിത്രത്തിൽ വലിയ പാഠമുണ്ട്. മാഇസ് ഇബ്നു മാലിക് അൽ അസ്ലമി ഗോത്രക്കാരനായ മാഇസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയാണ്. പ്രവാചകനോട് പറയാണ്, തുഹ്ഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, താങ്കൾ എന്നെ സംസ്കരിച്ചാലും ശുദ്ധീകരിച്ചാലും ഞാൻ കളങ്കിതനായ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ അടുത്തേക്ക് വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുമുഖനായ സുന്ദരനായ മാഇസിനെ നോക്കുകയാണ്. ഉള്ളുണർത്തുന്ന അപേക്ഷ കേട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് സംഭവിക്കുന്നത് എന്ന് അന്താളിച്ചു നിൽക്കുകയാണ്. മാഇസ് പറയാണ്, സനൈതു യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ ഞാൻ വ്യഭിചരിച്ചിരിക്കുകയാണ് എന്ന്. ആ സമയത്ത് ഉടനെ പ്രവാചകൻ പറഞ്ഞത്, ശരിബ്ത യാ മാഇസ്, നീ മദ്യപിച്ചിട്ടുണ്ടോ മാഇസെ എന്നാ ചോദിക്കണത്. കാരണം എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന അർത്ഥത്തിൽ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മായിസ് പറയാണ്, ഇല്ല പ്രവാചകരെ, ഞാൻ സനയിത്തു എന്നാണ്. ആ സമയത്ത് പ്രവാചകൻ വീണ്ടും പറയാണ്, നീ വ്യഭിചരിച്ചിട്ടുണ്ടാവൂല. ഒരു തെറ്റ് ചെയ്ത് ഒരു തിന്മ ചെയ്ത് വന്ന അനുചരനോട്, ഒരു മനുഷ്യനോട് പ്രവാചകൻ എന്ന കാരുണ്യത്തിന്റെ പ്രവാചകന്റെ പ്രതികരണമാണ്. പ്രവാചകൻ പറയാം, ലഅല്ലക ഖബ്ബൽത, നീ ചുംബിച്ചിട്ടുണ്ടായിരിക്കാം, ഔ ഗമസ്ത, അതല്ലെങ്കിൽ നീ ആലിംഗനം ചെയ്തിട്ടുണ്ടായിരിക്കാം, ഔ നവർത്ത, അതല്ലെങ്കിൽ നീ നോക്കിയിട്ടുണ്ടായിരിക്കാം ആയിസെ, അതിലുപരി നീ ഒന്നും ചെയ്തിട്ടുണ്ടാകൂല. നമ്മൾക്കൊക്കെ ദഅവത്തിന്റെ മേഖലയിൽ, അതല്ലാത്ത മേഖലകളിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒന്ന് കേൾക്കുന്ന സമയത്തേക്ക് അയൽപ്പക്കങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, അല്ലേ, അതേപോലെ തന്നെ പല രംഗങ്ങളിൽ നിന്ന് കേൾക്കുമ്പോഴേക്ക് ഏത് ചാപ്പയാണ് നമ്മൾ കുത്താറുള്ളത് എന്ന് ആലോചിക്കണം. ലഅല്ലക ഖബ്ബൽത ഔ ഗമസ്ത ഔ നളർത എന്ന് പറയാൻ. ആ സമയത്തും മായിസ് പറയാണ്, അല്ല റസൂലേ, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, നീ പോ മായിസെ. രണ്ടാമത്തെ ദിവസം പറഞ്ഞേക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ ചുമതലപ്പെടുത്താൻ, മായിസിന്റെ മാനസികാവസ്ഥ നിങ്ങൾ സ്റ്റഡി ചെയ്യണമെന്ന് പറയാ. മാനസികമായിട്ട് വല്ല അസ്വസ്ഥതയുണ്ടോ, മാനസികമായിട്ട് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പ്രവാചകന്റെ അടുത്ത് റിപ്പോർട്ട് കൊടുക്കണം. ഒരു കുഴപ്പമില്ല, മായിസിനൊരു കുഴപ്പമില്ല, സംസ്കരിക്കാൻ ആഗ്രഹിക്കുകയാണ്, നല്ല മനുഷ്യനാണ് മായിസ്, ചെയ്തു പോയ തെറ്റ് ഏറ്റു പറയാൻ, അതിന് പരിഹാരം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് റസൂലെ, അതുകൊണ്ടാണ് വന്നിട്ടുള്ളത് എന്ന്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് മൂന്നാമത്തെ ദിനത്തിലും വന്ന് ത്വഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കണമെന്ന് പറയാൻ. ആ ശുദ്ധീകരണം ഏതാണ്? പ്രവാചകന് കൊടുത്ത അതിൻ്റെ മുമ്പെയുള്ള അവസരം ഏതാണ്? നീ അഥവാ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് മടങ്ങണം എന്ന രൂപത്തിൽ പ്രവാചകൻ പറഞ്ഞയക്കുകയാണ്. പക്ഷേ മായിസ് ആലോചിക്കുന്നത്, ഞാൻ ഈ ചെയ്ത തെറ്റിന് തൗബ ചെയ്തു കഴിഞ്ഞാൽ, ആ തൗബ എങ്ങാനും പടച്ചറബ് സ്വീകരിക്കാതിരുന്നാൽ എൻ്റെ പരലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് വിവാഹിതനായ മായിസ് വ്യഭിചരിച്ചതിൻ്റെ പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാകുക. എന്നിൽ റജ്മ്, എന്നെ എറിഞ്ഞു കൊല്ലണമെന്ന് പറയാൻ. അതാണ് വിവാഹിതനായവൻ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ എറിഞ്ഞു കൊല്ലുക എന്നതാണ്. വിവാഹിതൻ അല്ലെങ്കിൽ 100 അടി അടിക്കുക എന്നതാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ ക്രിമിനൽ ലോ എന്ന് പറയുന്നത്. അത് എന്നിൽ നടപ്പിലാക്കണം. അങ്ങനെ ഈ ലോകത്ത് എനിക്ക് ഈ ശിക്ഷ ഏറ്റുവാങ്ങി കളങ്കമില്ലാതെ നിഷ്കളങ്കമായി സ്വർഗത്തിലേക്ക് നേർക്കുനേരെ പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന അർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് വീണ്ടും വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിക്ഷ നടപ്പിലാക്കാൻ പറയാൻ. ശിക്ഷ നടപ്പിലാക്കുകയാണ്. നടപ്പിലാക്കുന്ന സമയത്ത് രക്തം ചിന്തുകയാണ്. രക്തം ചിന്തുമ്പോൾ സഹാബികളുടെ ദേഹത്തേക്ക് രക്തം വന്നപ്പോൾ അവരിൽ പല ആളുകളും ശപിക്കുന്ന, അല്ലെങ്കിൽ ഛേ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടായി, രംഗമുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടു. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് താബ തൗബതൻ ലൗ ഖുസ്സിമത് ബൈന ഉമ്മഹ് ലവസഅതഹും. ആ മായിസ് നിർവഹിച്ച തൗബയുണ്ടല്ലോ, ആ തൗബയുടെ ഈ നടപടിക്രമങ്ങളുണ്ടല്ലോ, ഇതിലൂടെ ലഖദ് താബ തൗബതൻ ലൗ ഖുസ്സിമത് ബൈന ഉമ്മഹ്, ഈ ഉമ്മത്തിൽ, ഈ മദീന നിവാസികൾക്കിടക്ക് മായിസിന്റെ തൗബ വിഭജിച്ചു കൊടുക്കുകയാണ് എങ്കിൽ നിങ്ങളൊക്കെ ചെയ്ത തെറ്റുകളുടെ പാപമോചനമായി മായിസിന്റെ ആ തൗബ മതിയാകുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. ഇത് പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് എങ്ങനെയാണ് മായിസ് ഇത് ഏറ്റുപറഞ്ഞ് ഈ ശിക്ഷ ഏറ്റുവാങ്ങിയ റജ്മിന് വിധേയമായി പരലോകത്തേക്ക് നിഷ്കളങ്ക മനസ്സുമായി യാത്രയായത്? അവിടെ മീറ്റു നടന്നിട്ടില്ല, അല്ലേ? അവിടെ കമ്മീഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. വിധേയമായപ്പെട്ട പെണ്ണ് വന്നിട്ട് പ്രവാചകന്റെ സന്നിധിയിൽ പരാതി പറഞ്ഞിട്ടില്ല. ഇതൊന്നുമില്ലാതെയും മായിസ് പ്രവാചകന്റെ അടുത്തേക്ക്, സമീപത്തേക്ക് വന്നുകൊണ്ട് ഈ ലോകത്തുള്ള നഷ്ടം ഏറ്റുവാങ്ങിയത് പരലോകത്തെക്കുറിച്ചുള്ള ബോധം കൊണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ ശിക്ഷ ഭയന്നുകൊണ്ടായിരുന്നു. നിഷ്കളങ്കമായി പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് എത്തിച്ചേരണമെന്ന ചിന്തയായിരുന്നു. സമ്മർദ്ദങ്ങൾ ഏതുമില്ലാതെ അവസരങ്ങൾ, തൗബയുടെ പ്രാഥമിക ഘട്ടങ്ങളിലുള്ള രംഗങ്ങൾക്ക് അവസരം കൊടുത്തിട്ട് പോലും എന്നിൽ റജ്മ് നടപ്പാക്കണമെന്ന് പറയാൻ. ഇത് കണ്ടിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മറ്റൊരു സ്ത്രീ വരികയാണ്. ഗാമിദി ഗോത്രക്കാരിയാണ്. ഫജാഅത്തൽ ഗാമിദിയ ഫഖാലത്ത് യാ റസൂലല്ലാഹ്. ആ പെണ്ണ് പ്രവാചകനോട് പറയാൻ, ഇന്നി സനൈതു ഫതഹിർനി, പ്രവാചകരെ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഫതഹിർനി, എന്നെ ശുദ്ധീകരിക്കണം. വഅന്നഹു റദ്ദഹ, ആ സമയത്ത് പ്രവാചകൻ പോകാൻ പറഞ്ഞു, മടങ്ങാൻ പറഞ്ഞു, പിന്നീട് വരാൻ പറഞ്ഞു. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണകാംക്ഷ നിർഭരമായ ദഅവത്ത്, പുനർവിചിന്തനം നടത്തണമെന്ന അർത്ഥത്തിൽ. ഫലമ്മ കാനൽ ഗദ്, പിറ്റേ ദിവസമായി. ഖാലത്ത് യാ റസൂലല്ലാഹ് ലിമ തറുദ്ദുനി, എന്താണ് പ്രവാചകരെ താങ്കൾ എന്നെ മടക്കി പറഞ്ഞയക്കുന്നത്? ലഅല്ലക അൻ തറുദ്ദുനി കമാ റദത്ത മായിസൻ,
മാഇസിനെ മടക്കി അയച്ച അവസരം കൊടുത്തതുപോലെ താങ്കൾ എനിക്ക് അവസരം നൽകുകയാണോ എന്ന് ആ പെണ്ണിന്റെ ഈമാൻ ഒന്ന് ആലോചിച്ചു നോക്കണം. ഫവല്ലാഹി ഇന്നി ലഹുബലാ, പ്രവാചകരെ ഞാൻ ഗർഭിണിയാണ് എന്ന്, വ്യഭിചരിച്ചതിന്റെ പേരിൽ ഗർഭമുണ്ട് എനിക്ക് എന്ന്, എനിക്ക് ഇനി ഒരു അവസരത്തിന്റെ ആവശ്യമില്ല. തഹ്ഹിർനി, റസൂലെ താങ്കൾ എന്നെ ശുദ്ധീകരിക്കണം, എന്നിൽ റജ്മ നടപ്പിലാക്കണം, ശിക്ഷ നടപ്പിലാക്കണം, പരലോകത്തെ ഭയപ്പെടുകയാണ്. ഈ രൂപത്തിലാണ് പ്രവാചകന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് ആവശ്യപ്പെടുന്നത്. അമ്മാല, സമയമായിട്ടില്ല എന്ന് പറയാ പ്രവാചകൻ. ഫദ്ഹബി ഹത്താ തലിദി, എങ്കിൽ നീ ഗർഭിണിയാണ് എങ്കിൽ പ്രസവിക്കുന്നത് വരെ, പ്രസവിച്ചതിന് ശേഷം വരണമെന്ന് പറയാൻ. ആലോചിക്കണം, എങ്ങനെങ്കിലും അവസരം കൊടുക്കുക. അവരുടെ മനസ്സിന്, മനസ്സംസ്കരണത്തിന് നിങ്ങൾ റബ്ബുമായി ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തൗബയുടെ വഴിയുണ്ട്. ശിക്ഷ ഏറ്റുവാങ്ങേണ്ട ആവശ്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസരം കൊടുക്കുകയാണ്. പ്രസവിക്കപ്പെട്ടതിന് ശേഷം കുഞ്ഞുമായി കടന്നു വന്നപ്പോൾ വീണ്ടും പ്രവാചകൻ പറയാൻ, ആ കുഞ്ഞിന്റെ അവകാശമാണ് മുലയൂട്ടുക, മുല ലഭിക്കുക, പാല് ലഭിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് മുലയൂട്ടൽ കഴിഞ്ഞതിന് ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞയക്കുകയാണ്. അങ്ങനെ പോയി വീണ്ടും തിരിച്ചു വരിക. ഫലമ്മാ വലദത് അത്തത്, പിന്നെ കാലം കഴിഞ്ഞ് ബിസ്സബി ഫി യദിഹി കസ്റത്തു ഖുബ്സിൻ, കുഞ്ഞിന്റെ കയ്യിൽ ഒരു റൊട്ടിയുടെ കഷ്ണവുമായിട്ട് ഗാമിദിയ ഗോത്രക്കാരിയായ സഹോദരി പ്രവാചകന്റെ സന്നിധിയിൽ എത്തുകയാണ്. എന്താണ് അതിലൂടെ പ്രവാചകന് കാണിച്ചു കൊടുക്കുന്നത്? ഇതാ മുലകുടി അവസാനിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുന്ന പ്രായത്തിലെത്തിയിട്ടുണ്ട്, താങ്കൾ എന്നെ ശുദ്ധീകരിക്കണം, ശിക്ഷ നടപ്പിലാക്കണം. വഖദ് അകല തആമ, അവൻ ഭക്ഷണം കഴിക്കാനായിട്ടുണ്ട്. ഫദഫഅ അസ്സബിയ ഇലാ റജുലിൻ മിനൽ മുസ്ലിമീൻ, ആ കുഞ്ഞിനെ മുസ്ലിംകളിൽപ്പെട്ട ഒരു സഹോദരന്റെ അടുത്തേക്ക് കൈമാറുകയാണ്. സുമ്മ അമറ ബിഹ, അങ്ങനെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ അമറ അന്നാസ ഫറജമുഹ, റജമ നടപ്പിലാക്കാൻ പറയാൻ. ഇതെല്ലാം നിർവാഹമില്ല. കാരണം ചെയ്തു പോയതിനെ, ആ തിന്മ ചെയ്തവർ അത് ആഗ്രഹിക്കുകയാണ്. അവസരം കൊടുത്തിട്ടും അത് തന്നെ മതി എന്ന് പറയുകയാണ്. കാരണം ഈ നശ്വരമായ ലോകമല്ല, അനശ്വരമായ ലോകാണ്. അതാണ് ആമുഖമായി ഓതി വെച്ചത്. അവരൊക്കെ അതിന്റെ പിന്നിൽ ആഗ്രഹിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിൽ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഉ, നിങ്ങൾ മത്സരിച്ച് അതിവേഗത്തിൽ വരണം. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനത്തിന് വേണ്ടി. വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശങ്ങളെക്കാളും ഭൂമിയെക്കാളും പ്രവിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ മത്സരിച്ച് വരണം. നിഷ്കളങ്ക ഹൃദയവുമായി വരണം. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന, ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്ക് തയ്യാറാക്കി വെക്കപ്പെട്ടതാണ് ആ സ്വർഗം എന്നാണ്. ആകാശങ്ങളെക്കാളും ഭൂമിയെക്കാളും വിശാലമായ സ്വർഗം കുതിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്ത് തങ്ങളുടെ ജീവന്, ജീവിതത്തിന്, ശരീരത്തിന് എത്ര പരിക്ക് പറ്റിയാലും, എങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും, അങ്ങനെ സ്വാംശീകരിക്കപ്പെടാനുള്ള അതിൻ്റെ ഏറ്റവും സങ്കീർണമായ അവസരം ഉപയോഗപ്പെടുത്തി മഗ്ഫിറത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ എറിഞ്ഞ സമയത്ത് ആദ്യ ചരിത്രത്തിൽ ഉണ്ടായതുപോലെ തന്നെ ഫറമാ റഅസഹ, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എറിയാൻ ബിഹജരിൻ ഫറമാ റഅസഹ ഫതൻലഖു ദമ അലാ വജി ഖാലിദ്, ഖാലിദിന്റെ മുഖത്തേക്ക് രക്തം ചിന്തി, ഒരു തുള്ളി രക്തം വന്ന് പതിച്ചു. ഫസബ്ബഹ, വ്യഭിചരിച്ച പെണ്ണ് എന്ന അർത്ഥത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ശപിക്കുന്ന വാക്കുകൾ മൊഴിഞ്ഞു. ഫസമിഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹ്ലൻ യാ ഖാലിദ്, ഖാലിദേ നീ സമാധാനപ്പെട്. ഖാലിദേ ഫവല്ലദി നഫ്സി ബിയദിഹി, ഉമർ ബിൻ, നേരത്തെ മാഇസിന്റെ ചരിത്രത്തിൽ കൂടിയവരോട് പറഞ്ഞതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലഖദ് താബത്ത് തൗബത്തൻ, അവൾ ഒരു തൗബ നേടിയിരിക്കുകയാണ്. ലൗ ഖുസ്സിമത് ബൈന 70 മിൻ അഹ്ലിൽ മദീന, മദീനയിലുള്ള 70 ആളുകൾക്ക് അത് വീതം വെച്ച് കൊടുക്കുകയാണ് എങ്കിൽ വസഅതും, അവർക്ക് ആ തൗബ മതിയാകുന്നതാണ് എന്ന്. ഗാമിദി ഗോത്രക്കാരി ഈ ശിക്ഷ ഏറ്റുവാങ്ങിയതിലൂടെ എത്രത്തോളം തൗബയിലേക്കാണ് എത്തിയത്. നിങ്ങളിൽ 70 ആളുകൾ തെറ്റ് ചെയ്ത് ആ തെറ്റുകൾ പൊറുപ്പിക്കപ്പെട്ട് സ്വർഗം ആഗ്രഹിക്കുന്നു എങ്കിൽ ആ 70 ആളുകളുടെയും പാപങ്ങൾക്ക് പരിഹാരമാകാൻ പാകത്തിലാണ് അവരുടെ തൗബ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് പറയാം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നമസ്കരിച്ചു. മയ്യത്ത് നമസ്കരിച്ച സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവിടെയും ഉമർ റളിയല്ലാഹു അൻഹുവിനോടും, താങ്കൾ ഈ റജമ് നടത്തിയവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയാണോ എന്ന്. അതോടുകൂടി അവൾ വിശുദ്ധയായി എന്നാണ്, സംസ്കരിക്കപ്പെട്ടു എന്നാണ്, അവളുടെ തൗബ ഇത്രത്തോളമാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. ഞാൻ ഈ പറയുന്നത് ഈ ചരിത്രങ്ങളിൽ എന്തുകൊണ്ടാണ് അവർ ഇതിന് വിധേയപ്പെട്ടത് എന്ന് ചോദിച്ചാൽ പരലോകത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ്. ആരും അറിഞ്ഞിട്ടില്ല
പാടില്ല. രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ കഴിയും, കൈകാര്യം ചെയ്യാൻ കഴിയും. എന്നിട്ടും പരസ്യമായി ശിക്ഷ ഏറ്റുവാങ്ങിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ രക്ഷപ്പെടണം എന്ന അങ്ങേയറ്റത്തെ ആഗ്രഹം കൊണ്ടും പരലോകത്തെക്കുറിച്ചുള്ള ഭയപ്പാട് കൊണ്ടുമാണ്. അതേ അവസരത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്കറിയാം, ഈ ദൈവീക ചിന്തയും അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മയും പരലോക ചിന്തയുമൊന്നും എല്ലാവർക്കും ഉണ്ടാകൂല. അതുകൊണ്ട് ഈ അധർമ്മങ്ങൾ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കും. ഇത് വ്യഭിചാരത്തിനപ്പുറം ബലാത്കാരങ്ങളിലേക്കെത്തും. അവിടെ ഇസ്ലാം ദൈവീക ചിന്ത കൊണ്ടും പരലോകവും പഠിപ്പിച്ച് സമൂഹത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്ന് മാത്രമല്ല പറഞ്ഞത്. അവിടെ എന്തുണ്ടാകണം? ഇന്നത്തെ പത്രം എടുത്ത് പരിശോധിച്ചപ്പോഴും UP-യിൽ ഇപ്പോൾ കൽക്കത്ത മെഡിക്കൽ കോളേജിൽ നിഷ്ഠൂരമായ ബലാത്സംഗ കൊലപാതകത്തിന് ശേഷവും ഒരുപാട് റിപ്പോർട്ടുകൾ വന്നു. ഇന്നത്തെ റിപ്പോർട്ടിലുണ്ട് UP-യിൽ ആംബുലൻസിൽ പോകുന്ന ഭർത്താവുമായി ആംബുലൻസിൽ പോകാൻ ആ സഹോദരിയെ മുന്നിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായ അതിക്രമം നടത്തി. അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ ഓക്സിജന്റെ വയറ് വേർപെട്ടു പോയി, ഭർത്താവ് മരണപ്പെടുന്ന രംഗമുണ്ടായി. ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ നടന്നിട്ടും വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള തിന്മകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ആളുകളും ഈ പരലോക ചിന്തയിലേക്ക്, ദൈവിക ചിന്തയിലേക്ക് വന്ന് മനസ്സാ വാചാ കർമ്മണ സംസ്കരിക്കപ്പെടുന്നവരായി, സ്ത്രീകൾ ആദരിക്കപ്പെടുന്നവരായി മാറുകയില്ല. കാരണം സമൂഹത്തിൻ്റെ ഗതി അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് ഇസ്ലാം ഷിർക്കിൻ്റെ ശിക്ഷ ഈ ലോകത്തില്ലെങ്കിലും സാമൂഹിക സുരക്ഷിതത്വം നഷ്ടപ്പെടുത്തുന്ന ബലാത്കാരങ്ങൾക്കും അക്രമങ്ങൾക്കും അന്യായങ്ങൾക്കുമുള്ള ശിക്ഷകൾ ഇവിടെ വെച്ച് നടപ്പിലാക്കപ്പെടണം എന്നുകൂടി പറഞ്ഞത്. അത് നടപ്പിലാക്കപ്പെട്ടെങ്കിലേ ഈ വിഷയങ്ങൾക്ക് അറുതിയുണ്ടാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള പീഡകർക്ക് ന്യായമായ ശിക്ഷകൾ ലഭിക്കണം. 24 മണിക്കൂറിൽ നമ്മുടെ രാജ്യത്ത് 10 ബലാത്സംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. സ്ത്രീധനത്തിൻ്റെ പേരിൽ 24 മണിക്കൂറിൽ 3 സ്ത്രീകൾ കൊല്ലപ്പെടുകയാണ്. ഇങ്ങനെ ഒരുപാട് കണക്കുകൾ. ഇത് ഇല്ലാതിരിക്കണമെങ്കിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 178-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ലാ, കൊലപാതകത്തിൻ്റെ വിഷയത്തിൽ പ്രതിക്രിയ നടത്തുക എന്ന് പറയുന്നത് നിങ്ങളുടെ മേൽ നിർബന്ധമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ബംഗാൾ നിയമസഭ കൂടി നിയമ ഭേദഗതി വരുത്തി ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ ജീവപര്യന്താണെന്നാണ്. അതിനിടക്ക് ബലാത്സംഗത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്നാണ്. ഇസ്ലാം 6 നൂറ്റാണ്ടുകൾക്കപ്പുറം ഈ കാര്യം കൃത്യമായി അറിയിച്ചു. പ്രാകൃതമായ നിയമം, മരുഭൂ നിയമം എന്നൊക്കെ പറഞ്ഞ ആളുകൾ അതിലേക്ക് അങ്ങനെ ദാഹിച്ച് അതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൽ ലിഉലിൽ അൽബാബ്, വലക്കും ഫിൽ ഖിസാസ്, നിങ്ങൾക്ക് പ്രതിക്രിയ നടത്തുന്നവരിൽ, കൊന്നവരെ കൊല്ലുക എന്നുള്ളതിൽ, വ്യഭിചരിച്ചവർക്ക് അതിൻ്റെതായ ശിക്ഷ നടപ്പിലാക്കുക എന്നതിൽ, വിവാഹിതനായ മനുഷ്യൻ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ പൊതുമധ്യത്തിൽ വെച്ച് എറിഞ്ഞു കൊന്നു കഴിഞ്ഞാൽ 1-2 ശിക്ഷ നടപ്പിലാക്കിയാൽ തന്നെ പിന്നെ കുടുംബങ്ങളിൽ, അതേപോലെ തന്നെ സമൂഹത്തിൽ അഹിതമായ വീഴ്ചകളും വ്യഭിചാരങ്ങളും പിന്നെ വ്യാപിക്കുകയില്ല. അതിക്രമങ്ങളിലേക്ക് പോയി കൊലപാതകത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ, കൊന്നവനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിലുള്ള നരഹത്യകളും അത്തരത്തിലുള്ള തിന്മകളും അക്രമങ്ങളും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, പ്രതിക്രിയ നടത്തുന്നതിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്നാണ്. അത്തരത്തിലുള്ള അധർമ്മകാരികളെ അവരിൽ ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞാൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വസ്ഥമായി ജീവിക്കാനും കഴിയുമെന്നാണ്. ഇങ്ങനെ 3 തലങ്ങളിൽ, ഒന്ന് അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മ, അതേപോലെ തന്നെ പരലോകവുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസം, അതുപോലെ തന്നെ അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും വീണ്ടും അതിലേക്ക് കടന്നു വരാത്ത ആളുകളെ എങ്ങനെയാണ് ആത്മീയത കൈകാര്യം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിമിനൽ പ്രശ്നങ്ങൾക്ക് ഈ ലോകത്ത് തന്നെ മാതൃകാപരമായ ശിക്ഷയും ലഭിക്കണമെന്ന ഇസ്ലാമിക ദർശനത്തിൻ്റെ ആവശ്യകത, ഇസ്ലാമിക ദർശനത്തിൻ്റെ നിയമവിധിവിലക്കുകൾ തീർച്ചയായിട്ടും ഒരു സാമൂഹ്യ സ്വാസ്ഥ്യത്തിലേക്ക് വഴിതെളിയിക്കുന്നു എന്നത് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തം കണക്കെ മനസ്സിലാക്കുവാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് പാലിച്ച് വിശുദ്ധരായി വിവേകികളായി ജീവിക്കുന്ന വിശ്വാസികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ഇലൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസിനികളെ, ഹിജറ വർഷത്തിലെ 3-ാമത്തെ മാസം റബീഉൽ അവ്വൽ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്.
1446 ഹിജറ വർഷത്തിലെ 3-ാമത്തെ മാസമാണിത്. ഹിജറ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഇതേ മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ ഹിജറയെക്കുറിച്ചും ഹിജറ വർഷത്തിലെ ആദ്യ മാസം മുഹറമിനെ കുറിച്ചുമൊക്കെ നമ്മൾ പറയുകയുണ്ടായി. ഹിജറ വർഷത്തിലെ ആദ്യ മാസം മുഹറമാണ്. അതല്ലെങ്കിൽ ഹിജറ വർഷത്തിലെ 12 മാസങ്ങളിൽ ഏത് മാസം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും ആ മാസങ്ങൾക്ക് പ്രത്യേകമായ പ്രാധാന്യം, ഓരോ മാസങ്ങളിലും പ്രത്യേകമായി നിർവഹിക്കേണ്ട വല്ല കർമ്മങ്ങൾ, ദിക്ർ, ദുആകൾ, അനുഷ്ഠാന മുറകൾ, നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ ഹജ്ജ്, നോമ്പ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രത്യേക കർമ്മങ്ങളുണ്ടെങ്കിൽ ഹദീസുകളിൽ, ആയാത്തുകളിൽ, ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ഹിജറ വർഷത്തിലെ 1-ാമത്തെ മാസം മുഹറമിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് ഒമിൻഹ അർബഅത്തുൻ ഹുറം, 12 മാസങ്ങളിൽ 4 മാസം പവിത്രമാണ് എന്ന്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, 4 മാസങ്ങൾ പവിത്രമാണ് എന്ന്. അതേപോലെ തന്നെ മുഹറം മാസത്തിൽ പിന്നെ വിശ്വാസി സമൂഹത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ അടുത്തറിഞ്ഞ് അനുഷ്ഠാന മുറകൾ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുഹറം മാസത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നിർവഹിക്കാനുണ്ടോ? ഹദീസ് ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് ഈ മിമ്പർ വിളിച്ച് നമ്മൾ പങ്കുവെക്കുകയുണ്ടായി ഉണ്ട്. മുഹറം 9ഉം 10ഉം താസ്വാ, ആഷൂറാ നോമ്പാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിൻ്റെ പേരിൽ ജൂതന്മാർ നോമ്പ് നോറ്റു. പ്രവാചകൻ മദീനയിലെത്തിയപ്പോൾ ഈ രംഗം കണ്ടു. പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങളെക്കാളും ആദർശപരമായി മൂസാ നബിയോട് അടുത്ത് നിൽക്കുന്നത് ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ നോമ്പ് അനുഷ്ഠിക്കും. നിങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി തീരാൻ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത വർഷം 9-നും മുഹറം 9-നും നോമ്പ് നോൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മുഹറം മാസത്തിൽ 9, 10 സുന്നത്ത് നോമ്പാണ്. പിന്നെ എല്ലാ ഹിജറ വർഷത്തിലെ എല്ലാ മാസത്തിലും അയ്യാമുൽ ബീദ് 13, 14, 15 അതിൻ്റെ പകുതിയിൽ 3 നോമ്പെടുക്കാവുന്നതാണ്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എല്ലാ മാസവും അറബ് മാസം നോമ്പ് നോൽക്കാവുന്നതാണ്. ഇങ്ങനെ ഓരോ മാസത്തിലും പ്രത്യേകമായി ചെയ്യാനുള്ളതൊക്കെ മതപരമായി നിർവഹിക്കാനുള്ളത് പ്രവാചകൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ റമദാൻ എത്തുമ്പോൾ നമ്മൾ സംസാരിക്കും. റമദാനിലാണ് ഖുർആൻ അവതരിക്കപ്പെട്ടത്. നമ്മുടെ ഇഷ്ടമനുസരിച്ച് പറയില്ല. ഖുർആനിൽ ആയത്തനുസരിച്ച് പറയും, ഹദീസുകൾ അനുസരിച്ച് പറയും. റമദാനിൻ്റെ പോരിശയെക്കുറിച്ച് സംസാരിക്കും. ഹിജറ വർഷത്തിലെ 12-ാമത്തെ മാസം ദുൽഹജ്ജ് മാസത്തിലെത്തുമ്പോൾ നമ്മൾ പറയും ഇത് ഹജ്ജിൻ്റെ മാസമാണ് എന്ന്. നമ്മുടെ ഇഷ്ടമനുസരിച്ചല്ല, ഹദീസുകൾ അനുസരിച്ച് പറയും. ദുൽഹജ്ജ് 8, 13 കൂടിയ 6 ദിനങ്ങളിലായിട്ടാണ് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ 5-ാമതായ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടത് എന്ന് നമ്മൾ പറയും. ഇങ്ങനെ ഓരോ മാസത്തിലും പ്രത്യേകിച്ച് വല്ലതും ചെയ്യാനുണ്ട് എങ്കിൽ ആയത്തുകളുണ്ടോ നോക്കും, ഹദീസുകളുണ്ടോ നോക്കും, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അതൊക്കെ പരിശോധിക്കും. അങ്ങനെയെങ്കിൽ ഹിജറ വർഷത്തിലെ 3-ാമത്തെ മാസം റബീഉൽ അവ്വൽ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പറയും പ്രകാരത്തിൽ പ്രത്യേകിച്ച് മതപരമായി പുണ്യം ലഭിക്കുന്ന എന്തെങ്കിലും ഇസ്ലാമിക ഉമ്മത്തിന് നിർവഹിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-ാമത്തെ പ്രമാണം ഖുർആനാണ്. 6000-ൽ പരം ആയത്തുകൾ, 114 അധ്യായങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കപ്പെട്ട ഗ്രന്ഥം, പ്രവാചകന്റെ പേര് മുഹമ്മദ് എന്ന പേരിൽ പോലും ഒരു അധ്യായമുണ്ട്. ചെറുതും വലുതുമായ പല വിഷയങ്ങളും വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. റബീഉൽ അവ്വൽ മാസത്തെ പവിത്ര മാസമാക്കിയിട്ടുണ്ടോ? ഇല്ല. റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറയുന്നുണ്ടോ? ആയത്തുകളിൽ കാണാൻ സാധ്യമല്ല. പിന്നെ 2-ാമത്തെ പ്രമാണം ഹദീസാണ്. ഹദീസിൽ നിരവധി ഗ്രന്ഥങ്ങൾ, ബുഖാരി, മുസ്ലിം, തിർമിദി, അബൂദാവൂദ്, അതേപോലെ തന്നെ നസായി എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ അധ്യായമിട്ട് തിരിച്ച് ഒരു മുസ്ലിമിൻ്റെ രഹസ്യ പരസ്യ ജീവിതത്തിൽ, അനുഷ്ഠാന മുറകളിൽ, വ്യവഹാരങ്ങളിൽ, ഇടപാടുകളിൽ, അതേപോലെ തന്നെ യാത്രകളിൽ, ഇങ്ങനെ ചെറുതും വലുതുമായ സുന്നത്തുകളൊക്കെ അധ്യായമിട്ട് പഠിപ്പിക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ ബുഖാരി, മുസ്ലിം ഒക്കെ എടുത്ത് അതിങ്ങനെ നമ്മൾ മറിച്ചു നോക്കുന്ന സമയത്ത് മുഹറമിൽ നിർവഹിക്കേണ്ടത് ഹദീസിൽ കാണാൻ കഴിയുന്നുണ്ട്, ദുൽഹജ്ജിൽ നിർവഹിക്കേണ്ടത് കാണാൻ കഴിയുന്നുണ്ട്, റമദാനിൽ നിർവഹിക്കേണ്ടത് കാണുവാൻ കഴിയുന്നുണ്ട്. റബീഉൽ അവ്വലിൽ ഇസ്ലാമിക സമൂഹം നിർവഹിക്കേണ്ട അനുഷ്ഠാന മുറകൾ എന്ന് പറഞ്ഞ ഒരധ്യായം, ഒരു ഹെഡിങ് ഏതെങ്കിലും ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയോ? കാണുവാൻ സാധ്യമല്ല. അപ്പോൾ റബീഉൽ അവ്വലിൽ പ്രത്യേകിച്ചൊരു കർമ്മവും നിർവഹിക്കാനില്ല. തിങ്കളും വ്യാഴം സുന്നത്ത് നോമ്പ് നോൽക്കാം, അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് നോൽക്കാം, അതേപോലെ തന്നെ
പിന്നെ 5 വക്ത് നിസ്കാരം സാധാരണ മറ്റു മാസങ്ങളിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയായിട്ട് നോർമലായിട്ടാണ് റബീഉൽ അവ്വൽ മാസത്തെ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇനി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കുക. ഷാഫിഈ മദ്ഹബിൽ അങ്ങനെ അവകാശപ്പെട്ട് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥങ്ങൾ, ഷാഫിഈ മദ്ഹബിലെ ടോട്ടൽ ഗ്രന്ഥങ്ങൾ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയുടെ അൽ ഉമ്മ എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം, ഫസ്റ്റ് പേജ് മുതൽ നിങ്ങൾ ലാസ്റ്റ് പേജ് വരെ വായിക്കുക. ഏതെങ്കിലും പേജിൽ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായി ഒരു 1/2 മീറ്റർ റാലി, ഒരു പ്രത്യേക നോമ്പ്, ഏതെങ്കിലും തരത്തിലെ പ്രത്യേക ദിക്റുകൾ, ഒരു പ്ലസ് സ്വലാത്ത് അധികം ചൊല്ലാൻ പറയുക, ഒരു അഥവാ ഹദീസിലില്ല ആയത്തിലില്ല, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഷാഫിഈ മദ്ഹബ് അനുസരിച്ചുള്ള ഗ്രന്ഥങ്ങളിൽ പോലും ഇത് കാണുവാൻ സാധ്യമല്ല. വിഷയം വളരെ വളരെ സുതാര്യമാണ്. എന്നാൽ പല തെളിവുകളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില അറബി വാചകങ്ങളൊക്കെ ഈ പുതിയ കാലത്തായി കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് അടുത്ത ഖുതുബയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അത് സുന്നത്താണ് എന്നും, നബിദിനാഘോഷം അത് ബിദ്അത്താണ് എന്നും, ജന്മദിനാഘോഷം ഇസ്ലാമിന് പരിചയമില്ല എന്നും, അതുകൊണ്ട് ഇതര മതവിഭാഗങ്ങൾ ചെയ്യുന്നത് പോലെ ശ്രീകൃഷ്ണൻ ജനിച്ച ദിനം എന്ന് പറഞ്ഞ ഐതിഹ്യം അനുസരിച്ച് ശ്രീകൃഷ്ണ ജയന്തി, ഡിസംബർ 25-ന് യേശുക്രിസ്തു ജനിച്ചു എന്ന് പറഞ്ഞ് അവർ ഈസാ നബിയുടെ പേരിൽ അവരുടെ ഭാഷയിൽ ക്രിസ്തുമസ് ആഘോഷിക്കുക, അതേപോലെ ഒരു നബി ജയന്തി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഹിജറ വർഷത്തിന് ഏത് സംഭവമാണ് കണക്കാക്കേണ്ടത് എന്ന് പിന്നെ ചർച്ച നടന്ന സമയത്ത് പോലും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത സംഭവമാണ് ഇസ്ലാമിക സമൂഹം അവിടെ അന്ന് സഹാബികൾ ഒരുമിച്ചുകൂടി ചർച്ചക്കെടുത്ത് അത് മാനദണ്ഡമാക്കി മാറ്റിയത് എന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആയാത്തുകൾക്ക് പരിചയമില്ല, ഹദീസുകൾക്ക് പരിചയമില്ല, കർമ്മശാസ്ത്രങ്ങൾക്ക് പരിചയമില്ല. റബീഉൽ അവ്വൽ മാസത്തിൽ ഇന്ന് ഇസ്ലാമിക സമൂഹം പലപ്പോഴും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, അതുകൊണ്ട് അതിനെ നിങ്ങൾ വിമർശന രൂപത്തിൽ കാണുന്നതിന് ബദലായിക്കൊണ്ട് ഗുണകാംക്ഷ നിർഭരമായി ചിന്തിക്കുക. ക്രിസ്തുമസിന് പള്ളികൾ അലങ്കരിക്കുന്നത് പോലെ നമ്മൾ അലങ്കരിക്കാൻ പാടില്ല. ആ രൂപത്തിൽ ഒരു പ്രത്യേകിച്ച് പ്രവാചകൻ മരിച്ച മാസം കൂടിയാണ് റബീഉൽ അവ്വൽ. കൂടുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ സംസാരിക്കാവുന്നതാണ്. അതുകൊണ്ട് റബീഉൽ അവ്വലുമായി പുതിയ കാലത്ത് പുതിയ സാമൂഹിക ക്രമത്തിൽ പുതിയ ചില പിന്നെ മഹല്ല് സംവിധാനങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെടുത്തി സമ്പത്ത് ചെലവഴിച്ച്, സാന്നിധ്യം അറിയിച്ച്, സമയം കൊടുത്ത് അങ്ങനെ പ്രവാചകനെ സ്നേഹിച്ച് സ്വർഗത്തിലേക്ക് കടക്കാമെന്നത് അർത്ഥശൂന്യമായ വ്യാമോഹമാണ്. പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന് 12 മാസങ്ങളിലും ആ സ്നേഹം വേണം. ചാനലുകളിലൊക്കെ 24/7 എന്ന് പറയാറുണ്ട്. അതേപോലെ 24 മണിക്കൂറും 7 ദിനങ്ങളിലും രഹസ്യ പരസ്യ വ്യത്യാസമില്ലാതെ ഓരോ ഇഞ്ചിലും ഓരോ സെക്കൻഡിലും ഓരോ ശ്വാസത്തിലും പ്രവാചകനോടുള്ള മഹബത്ത് അനുഷ്ഠാനമുറയായി, ആദർശ ജീവിതമായി, സംസ്കാര സമ്പന്നമായ മാതൃകകളായി ഇസ്ലാമിക ഉമ്മത്ത് നെഞ്ചേറ്റണം. അതിനൊരു മാസത്തെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ഒരു ദിവസത്തെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും പ്രത്യേക മൗലൂദ് സദസ്സുകളെ റാത്തീബുകളെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധത്തിലാണ് പ്രവാചക സ്നേഹം പ്രവാചകൻ പഠിപ്പിച്ചു തന്നത്, സഹാബികൾ ഏറ്റെടുത്തത്. ഉത്തമ നൂറ്റാണ്ടിലെ 300 വർഷ കാലയളവ് താബിഈകളൊക്കെ നിർവഹിച്ചത് ആ രൂപത്തിലാണ്. അതുകൊണ്ട് അതേ അർത്ഥത്തിൽ അതേ രൂപത്തിൽ റബീഉൽ അവ്വലിനെ നമ്മൾ വരവേൽക്കുക. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ചര്യകൾക്കനുസരിച്ച് ജീവിതത്തിൽ മുത്തബിഉ സുന്നകളായി, സുന്നത്തിനെ ഫോളോ ചെയ്യുന്നവരായി മാറുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചിരിക്കുന്ന അപാകതകളെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും പഠിപ്പിക്കപ്പെട്ട വിശ്വാസ, അനുഷ്ഠാന, ആചാര, ധാർമ്മിക, സദാചാര വിഷയങ്ങളിലൊക്കെ അതേ രൂപത്തിൽ തന്നെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പരലോകത്ത് സ്വർഗം നേടിയെടുക്കുന്ന പടച്ചറബിന് ഇഹ്ലോകത്ത് സമ്പൂർണ്ണമായി വിധേയപ്പെടുന്ന മുസ്ലിമീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങൾക്കും നീ നിർണയിച്ചു വെച്ച പ്രതിഫലം നൽകി അവ ഞങ്ങളിൽ നിന്ന് നീ കബൂൾ ചെയ്യണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആളുകൾ, ബന്ധുമിത്രാദികൾ മഗ്ഫറത്ത് നൽകണമേ. അസീസ് മാസ്റ്ററുടെ സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ടു, സുബൈർ സാഹിബ്, അള്ളാഹു മഗ്ഫറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ കുടുംബ ബന്ധുക്കളിലും മരണപ്പെട്ടവർ അള്ളാഹു മഗ്ഫറത്ത് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, അശാന്തിയായി തുടർന്നുകൊണ്ടിരിക്കുന്ന പലസ്തീൻ മണ്ണ്, അവിടെ കൊല്ലപ്പെട്ടവർ 41,000-ഓളം അടുക്കുകയാണ്. അവർക്കെല്ലാം നീ ഷഹാദത്ത് നൽകണമേ, അന്തിമ വിജയം നൽകണമേ. അവരുടെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന രക്തത്തിന് നീ അറുതി വരുത്തണമേ നാഥ, അതിജീവനം നൽകണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്